നീ എന്താ അടുക്കളയില്? അത് ഞാൻ ഈ കുടത്തിൽ എന്താന്ന് അറിയാൻ വേണ്ടി വെറുതെ കൈയിട്ട് നോക്കിയതാ, പക്ഷെ കുടുങ്ങിയടാ. എവിടെ ഇങ്ങോട്ട് കാണിക്ക്. എന്താ ചേട്ടാ, ഇത് എടുക്കാൻ കിട്ടില്ലല്ലോ. എടാ, നീ കൈയിട്ടത് കൊണ്ടൊന്നും എന്റെ കൈ എടുക്കാൻ പറ്റില്ല. അതിന് നിന്റെ കൈ ആരെടുക്കാൻ നോക്കി? ഞാൻ 2 മുട്ട പുഴുങ്ങാനിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ നോക്കിയതാ. എടാ, ഞാൻ ആദ്യം കൈയൊന്നും എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ മുട്ട തരാം. തന്നാ മതി, നല്ല വിലയുള്ള മുട്ട. ഇതെങ്ങനെ എടുക്കാന്നൊന്ന് പറഞ്ഞതാ. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ കുടുങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് ഐഡിയ അറിയുമല്ലോ. എന്റെ കുടുംബത്തിൽ ആരുടെയും കൈയൊന്നും കുടുങ്ങിയിട്ടില്ല, പക്ഷെ എന്റെ അമ്മാവന്റെ തല അരിക്കലത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്താ കുറെ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് അമ്മാവന് കുറച്ച് ശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ കലത്തിൽ 2 ഓട്ട ഇടാൻ ഞാൻ തീരുമാനിച്ചു. 2 ഓട്ട സെപ്പറേറ്റ് ഇടാൻ മടിയായത് കാരണം ഞാനൊരു കമ്പിപ്പാരി എടുത്ത് കലത്തിന്റെ ഇപ്പുറത്തുനിന്ന് കുത്തി അപ്പുറത്തെത്തിച്ചു. അപ്പൊ 2 ഓട്ട ആയല്ലോ. അപ്പൊ അമ്മാവൻ ചെത്തുണ്ടാവില്ലേ? ചെറുതായിട്ട്. മഹാഭാവി. എന്നിട്ടെന്താ ആ കലത്തിൽ തന്നെ അമ്മാവന്റെ ചിതാഭസ്മം കൊണ്ടുപോയി ഒഴുക്കി. നീ ഇത് തൊടുക വേണ്ട. എടാ സുനിലേ, അയ്യോ ഏതാ, എന്ത് പറ്റി? നീ പേടിക്കണ്ട. ജസ്റ്റ് കൈ ഒന്ന് കുടുങ്ങിയെന്നുള്ളൂ. നീ അപ്പുറത്ത് പോയിട്ട് ആരെങ്കിലും ശശിയേട്ടനെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് വരുമോ? ഇതൊന്ന് പൊളിച്ച് കൈ വെളിയിലെടുക്കാനാ. വെട്ടിപ്പൊളിക്കാനാ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ കോടമാണ്. ശരി, കുഴപ്പമില്ല, എന്തോ ചെയ്യ്, പോയി വിളിച്ചിട്ട് വാ. ഓക്കേതാ. ഈ വീട്ടിലെന്താ ഭയങ്കര ബഹളം? ആരെ വിളിക്ക? താനാരാ? ഞാൻ വഴി അറിയാത്തോണ്ട് വഴി ചോദിക്കാൻ വന്നതാ. അല്ല, അകത്തെന്താ ഒരു ബഹളം? അത് വിനുവിന്റെ കൈ സുനിത കൊതത്തിൽ കുടുങ്ങി. എന്നിട്ട് താനെങ്ങോട്ടാ? ഞാൻ സുനിത കൊതം കുത്തി പൊളിക്കാൻ ആനെ വിളിക്കാൻ പോവാ.